നമസ്കാരം. അങ്ങനെ ഇന്ത്യ നല്ല ഡീസന്റ് ആയിട്ട് അങ്ങ് തോറ്റിട്ടുണ്ട്, നല്ല രസമായിട്ട് തോറ്റിട്ടുണ്ട്. 26 റൺസിന് അടിയറവ് പറഞ്ഞു ആരടുത്ത്, ഇംഗ്ലണ്ടിന്റെ മുന്നിൽ 26 റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ടൂർണമെന്റ് 2-1 പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടൂർണമെന്റ് വീണ്ടും ലൈവായി 3-0 ഇത് ഇന്നത്തെ കളിയും കൂടി ജയിച്ച് ഇന്ത്യ പിന്നീട് പരമ്പര സ്വന്തമാക്കുന്നൊക്കെ കരുതി. പക്ഷെ നടന്നില്ല, അവന്മാര് വിട്ടുകൊടുത്തില്ല. അവന്മാരെന്ത് ചെയ്തു? 26 റൺസിന് ഇന്ത്യയെ തോപ്പിച്ചു. ഇന്ത്യ തല കുനിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് 20 ഓവറിൽ വീണ്ടും നമ്മുടെ ആർക്കാണ്, നമ്മുടെ സൂര്യ അണ്ണനെ തന്നെ വീണ്ടും ടോസ് കിട്ടി. അണ്ണൻ വീണ്ടും ബൗളിംഗ് എടുത്തു. പിന്നീട് നമ്മുടെ പ്ലേയിങ് 11-ൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഹർഷദീപ് സിംഗിനെ മാറ്റിക്കൊണ്ട് ഷമിയെ കൊണ്ടുവന്നു. അതെന്തിനാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഷമിയെ കൊണ്ടുവന്നുകൊണ്ടല്ല, ഹർഷദീപ് സിംഗിനെ എന്തിനു മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. പരിക്കാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കളി തുടങ്ങിയ 5 മിനിറ്റ് കഴിഞ്ഞ് കണ്ടത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അവര് 171 റൺസ് അടിച്ചു 9 വിക്കറ്റിൽ. മനസ്സിലായോ? അവരുടെ ബാറ്റിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് സാൾട്ട് വീണ്ടും ഉപ്പണ്ണ വീണ്ടും 5 റൺസ് അടിച്ചുകൊണ്ട് വീണ്ടും പോയി. അത് നമ്മുടെ ഹാർദിക് പാണ്ഡ്യക്കാണ് വിക്കറ്റ് കിട്ടിയത്. പിന്നെ കുറെ 2 കളി കൊണ്ട് തുടർച്ചയായിട്ട് ഫോം ഔട്ട് ആയിരുന്ന ബെൻ ഡക്കറ്റ് 51 റൺസ് അടിച്ചു 28 ബോളിൽ നിന്ന്. 7 ഫോറുകളും 2 സിക്സുകളും അടിച്ചുകൊണ്ട് അണ്ണൻ ഒരു 51 റൺസ് അടിച്ചിട്ടുണ്ട്. ബട്ട്ലർ വീണ്ടും ഫോമിൽ തന്നെ ആയിരുന്നു. 24 റൺസേ അടിക്കാൻ പറ്റുള്ളൂ എങ്കിലും 7 ഫോറും 2 സിക്സും അണ്ണനും അടിച്ചു. അല്ല സാർ, 1 ഫോറും 1 സിക്സും. പിന്നെ ഹാരി ബ്രൂക്ക് വീണ്ടും 8 റൺസിന് പോയി. ലിവിങ്സ്റ്റൺ ഇന്ന് അവസാനം അവസാനം ഈ റൺ ഇത്രയും കയറ്റി വെച്ചത് ലിവിങ്സ്റ്റനാണ്. മനസ്സിലാകും. 24 ബോളിൽ 43 റൺസ് അടിച്ച് 5 സിക്സുകളാണ് തണ്ടി അടിച്ചു കൂട്ടിയത്. ഒരു റൺ. എനിക്ക് ചോദിക്കാനുള്ളത്, രവി ബിഷ്ണോയി ഇവൻ ഇപ്പോ ഒരു നല്ല ഒന്നാന്തരം ചെണ്ടയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വരണവനും പോണവനും എല്ലാം എടുത്തള്ളിട്ട് അടിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കളി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ രവി ബിഷ്ണോയെ പറ അടിയാണ്. ഇന്ന് രവി ബിഷ്ണോ ഒരു ഓവറിൽ 3 സിക്സാ എത്ര അടിച്ചില്ലേ ഈ ലിവിങ്സ്റ്റൺ. അതിലാണ് ഈ സ്കോർ കയറിയത്. അതായത് അവരുടെ 8 വിക്കറ്റ് പോയപ്പോ എനിക്ക് 126 റൺസോ അങ്ങനെ എന്തോ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവന്മാർ 171 റൺസ് അടിച്ചിരിക്കുന്നു. 8 വിക്കറ്റ് അപ്പൊ നഷ്ടപ്പെട്ടു. ഈ രവി ബിഷ്ണോയി ഒരു ചെണ്ടയായിട്ട് മാറിയിട്ടുണ്ട്. വരണവനും പോണവനും എല്ലാരും എടുത്തള്ളിയിട്ട് അങ്ങോട്ട് അടിക്കുന്നുണ്ട്. സ്കോർ കഴിഞ്ഞ 3 കളി നോക്കിയാൽ ഇന്നത്തെ ഒരു കളി മാത്രമാണ് അവര് വിക്കറ്റ് ഇട്ടത്. കഴിഞ്ഞ 2 കളിയിൽ വിക്കറ്റ് ഇല്ല, നല്ല അടി വാങ്ങുകയും ചെയ്തു. എപ്പോഴും ഒരു ഗൂഗിളി ഉണ്ട്, നിരന്തരം ഗൂഗിളി എറിഞ്ഞുകൊണ്ടിരിക്കുക. അവന്മാർ അടിച്ച് വളയെ കളയുന്നു. മനസ്സിലായോ? അടുത്ത കഴിഞ്ഞ കളിയിലെ ഹീറോയൊക്കെ ആയി കഴിഞ്ഞ സ്മിത്ത് വിക്കറ്റ് കീപ്പർ, അവൻ 6 റൺസേ അടിച്ചുള്ളൂ. പിന്നെ ഓവർടൺ 0. ബിക്കാസ് കഴിഞ്ഞ കളിയിൽ നല്ല കളിച്ചായിരുന്നു, അവൻ 3 റൺസ് പോട്ടെ. അപ്പോ ബാക്കിയെല്ലാം അതുപോലെയൊക്കെ തന്നെ. ഇനി ഫാൾ ഓഫ് വിക്കറ്റിൽ ഞാൻ പറഞ്ഞത് നോക്കിയോ, 127 റൺസിന് 8 വിക്കറ്റ് ആയിരുന്നു. 127 റൺസിന് 8 വിക്കറ്റ് ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 15.6 ഓവറായി. ഇനി 4 ഓവറേ ഉള്ളൂ. ആ 4 ഓവറിൽ പിന്നെയാണ് അവന്മാർ 4 ഓവറിലാണ് എല്ലാം കൂടെ 171 റൺസ് അടിച്ചു കൂട്ടിയത്. മനസ്സിലായോ? ആ 8 വിക്കറ്റ് തള്ളിയിടാൻ മതി. ഷമി പിന്നീട് നല്ല രീതിയിൽ എറിഞ്ഞു, പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഷമി തിരിച്ചു വശം നല്ല കിടിലമായിട്ട് എറിഞ്ഞു, കുറ്റം പറയാൻ പറ്റില്ല. ഹാർദിക് പാണ്ഡ്യക്ക് എന്തോ 2 വിക്കറ്റ് കിട്ടി. ഫസ്റ്റ് വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യയാണ് തള്ളിയിട്ടത്. വാഷിംഗ്ടൺ സുന്ദർ വേസ്റ്റ് ആണ്. വാഷിംഗ്ടൺ സുന്ദർ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വേസ്റ്റ് ആണെന്ന് പറയും. അത് ഞാൻ പറഞ്ഞുതരാം. വരുൺ ചക്രവർത്തി 5 വിക്കറ്റ്. അത് തുടക്കം പറയാൻ പറഞ്ഞു കേട്ടോ, കാരണം ഈ തോൽവിയല്ലേ എന്ന് മറന്നുപോയി. വരുൺ ചക്രവർത്തിയുടെ 5 വിക്കറ്റ് നേട്ടമാണ് പാഴായി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 24 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 5 വിക്കറ്റ്, 10 വിക്കറ്റ് ആകൂടുള്ളൂ. അവൻ 5 എണ്ണം തള്ളിയിട്ട്. എന്നിട്ട് പോലും നിനക്കൊക്കെ ജയിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാക്കണത്? 5 വിക്കറ്റ് തള്ളിയിട്ടു, 24 റൺസ് വിട്ടുകൊടുത്ത്. രവി ബിഷ്ണോയി 1 വിക്കറ്റ് എങ്ങനെ കിട്ടി? ഇവൻ തന്നെ അന്ത്യ ചെയ്ത് എങ്ങനെ കിട്ടിയത്? വിക്കറ്റാ 46 റൺസാണ് അടിച്ചു കൂട്ടിയത്. 1-2 11.5 ശരാശരി വെച്ച് 46 റൺസ് അവനെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ കൂടി അടിച്ച് 171. അതിൽ 46-50 റൺസ് ഇവനെ തന്നെ അടിച്ചു. ഇവനൊക്കെ എടുത്ത് കളയാനുള്ള സമയം. പിന്നെ പട്ടേല് 3 ഓവർ എറിഞ്ഞ് 19 റൺസ് കൊടുത്തുള്ളൂ. 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് അഭിഷേക് ശർമ്മേനെ 1 ഓവർ എറിഞ്ഞു, അവരെ വലിയ അടിയൊന്നും അടിച്ചില്ല കേട്ടോ. അപ്പൊ ഇതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പിന്നെ അവന്മാരുടെ ബാറ്റിംഗ്. ഇനി ഇന്ത്യയുടെ, അതാണ് രസം. ഇന്ത്യയുടെ രസം നോക്കുന്ന സാംസൺ വീണ്ടും 3-ൽ മുഞ്ചി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവസരങ്ങൾ കിട്ടി. മൂന്നാമത്തെ കളിയുണ്ട്. ഫസ്റ്റ് കളി ഒരു 24 അടിച്ചു. കഴിഞ്ഞ കളി അടിച്ചില്ല. ഈ കളിയും 3-ൽ പോയി. ആർച്ചർ കഴിഞ്ഞോട്ട് ആർച്ചറിനല്ലേ അടിച്ച് ഔട്ടായത്? ആർച്ചറല്ലേ? ആർച്ചറിനെ നീ ഒന്ന് നോക്കി കളിയടേ. പുള്ളി എത്ര തവണയാണ് ഔട്ടാവുന്നത്? മനസ്സിലാവുന്നില്ല എനിക്കിത്. പിന്നെ ശർമ്മ
ഇന്നും നല്ല രീതിയിൽ കളിച്ചു, നല്ല നല്ല തുടക്കം തന്നെയായിരുന്നു വീട്ടിൽ. 24 റൺസ് അടിച്ചിട്ടുണ്ട്, 14 ബോളുകൾ ഫേസ് ചെയ്തുകൊണ്ട് 5 4 അടിച്ചിട്ടുണ്ട്. അവന്റെ കളി കളിച്ചു എന്ന് പറയാം. പിന്നെ കുറച്ച് ആക്രാന്തമാണ്, അവൻ എപ്പോ കളിച്ചാലും ഒരു ചാൻസ് കൊടുക്കും. പിന്നെ എന്താ ഒരു ചാൻസ് കിട്ടിയാലേ അടിക്കുള്ളൂ, എവിടെ കൂടി ഒരു ചാൻസ് കൊടുക്കും. അതാണ് അവന്റെ ഒരു സത്യം പറഞ്ഞതിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാത്തിനും കയറിയിട്ട് അടിക്കാൻ തോന്നും. സൂര്യകുമാർ യാദവ് വീണ്ടും പരാജയം. ഒരു 6 ഒക്കെ അടിക്കുമ്പോൾ ഞാൻ വിചാരിച്ച അണ്ണ ഇന്ന് ഉളക്കുവന്നു. പക്ഷെ 14 റൺസിൽ 7 ബോൾ നേരിട്ടുകൊണ്ട് 14 റൺസേ അടിക്കാൻ പറ്റുള്ളൂ. ഒരു 4 ഒരു 6 അടിച്ചു. ആ രണ്ടാമത് ഔട്ടായ 6 അടിച്ചപ്പോൾ അവൻ അത്ര ഫ്ലെക്സിബിൾ, അങ്ങനെ നിപ്പിൽ അടിച്ചത് പോലെ. പണ്ട് അടി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ, കുറച്ചും കൂടി ചരിഞ്ഞിട്ടാണ് അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഷോട്ട് നിപ്പിൽ അതേ പൊസിഷനിൽ വെച്ചാണ് ഞാൻ അടിച്ചതുപോലെ തോന്നി. അതുകൊണ്ടാണ് അതിന് എലിവേഷൻ കിട്ടാത്തതെന്ന് എനിക്ക് തോന്നി. ഇവിടെ നിർണായക വിക്കറ്റ് പോയത് തിലക് വർമ്മയാണ്. കഴിഞ്ഞ കളിയിലെ ഹീറോ ആയിരുന്ന തിലക് വർമ്മ. പക്ഷെ തിലക് വർമ്മയെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, അത് സൂപ്പർ ബോളായിരുന്നു കേട്ടോ. 1.5 ബോൾ തിലക് ആരും പ്രതീക്ഷിച്ചില്ല. ഈവൻ റഷീദ് വരും പ്രതീക്ഷിച്ചില്ല ഇത്രയും പിന്നെ എന്തുവായിരുന്നു ഇത്രയും ടേൺ ആവുമെന്ന് ആദിൽ റഷീദ് പോലും വിചാരിച്ചില്ല എന്നുള്ളത്. കിടിലൻ ബോളായിരുന്നു, അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാ കളിയിലും ഒരെണ്ണം തന്നെ അടിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഹാർദിക് പാണ്ഡ്യ അവനാണ് ടോപ്പ് സ്കോറർ, 40 റൺസ് അടിച്ചു 35 ബോളിൽ നിന്ന് 1 4 2 6. ഞാൻ ചോദിക്കട്ടെ, ഈ ഹാർദിക് പാണ്ഡ്യ അടിച്ചതൊക്കെ ശരി തന്നെയാണ്. ഇവന് കുറെ അഹങ്കാരം. എനിക്ക് എപ്പോഴും ഈ ഹാർദിക് പാണ്ഡ്യയുടെ കേസിൽ അഹങ്കാരം എന്ന് വെച്ചാൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയാണ് ഇവൻ. ജുറയിൽ നിന്നപ്പോഴേ 1 റൺസ് എടുത്തിട്ട് ഇവൻ എന്താ ഓടാത്തത്? അത് ഓടുന്ന കളി ഒന്ന് ട്വിസ്റ്റ് ആയെന്നെ. അവൻ എന്തിനാ വാലറ്റോടെ ഹർഷദീപ് സിംഗ് അവൻ നിൽക്കുന്നത്? അവൻ ജുറയിൽ എന്ന് പറഞ്ഞത് ഒരു പ്യുവർ ബാറ്റ്സ്മാൻ അല്ലേ? അവനൊന്നും വിശ്വാസം ഇല്ലേ? അവൻ ചോദിക്കുന്നത് 2 വേണമെങ്കിൽ 2 ഓടിക്കൂടായിരുന്നു എന്ന് അവൻ ചോദിച്ചു. ഇപ്പൊ വാലറ്റക്കാരൻ പറഞ്ഞു അവൻ നാണം കെടുത്തിക്കൊണ്ടില്ല, ഞാനാണ് ബോസ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെ 5 6 6 ബോളിൽ 6 6 എങ്ങനെ അടിക്കണം, ഞാൻ ഉണ്ടായി കാണിച്ചു തരാം എന്ന് അടുത്ത ബോൾ ഔട്ടാവുകയും ചെയ്തു. ഇതൊക്കെയാണ് അഹങ്കാരം, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വാലറ്റക്കാരനാണോ എങ്കിൽ ശരി, സമ്മതിച്ചു, ശരി, ഓക്കെ, തന്നെ അടുത്ത ഓവർ നീ തന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് ജുറേലിന്റെ നിൽക്കുന്നത്, ജുറേലിൽ എന്തിനാ ടീമിൽ എടുത്തിരിക്കുന്നത്? അവര് പ്യുവർ ബാറ്റ്സ്മാൻ ആയതല്ലേ ടീമിനെടുത്തത്. അതൊക്കെ പോട്ട്. ആ ഒരു അഹങ്കാരം, ഈ അഹങ്കാരം ഇടയ്ക്കിടയ്ക്ക് ഹാർദിക് പാണ്ഡ്യയാണ്. അവനെ ഒരു പുല്ല് വില, എന്നെ കൊണ്ടൊന്നും പറ്റൂല, എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അഹങ്കാരത്തിൽ തൊട്ടടുത്ത ബോൾ ഔട്ടാവുകയും ചെയ്തു. ആ ജുറേലിന് ആ ഒരു റൺസ് എടുത്തിരുന്നെങ്കിൽ അവൻ അടിച്ചേനെ. മനസ്സിലായോ? ഈ കളി ചിലപ്പോൾ മാറി തന്നെ, ഒരു ബോൾ വെച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ബോൾ പിന്നെ ബാറ്റ് ചെയ്യാൻ വരുന്നത് അവനായിരുന്നു തന്നെ. അപ്പൊ ഇതൊക്കെയാണ് അഹങ്കാരങ്ങളെ കുറച്ച് കുറ. പിന്നെ ഈ റിങ്കു സിംഗിന് എന്തുകൊണ്ട് എടുക്കില്ല അതെനിക്ക് മനസ്സിലായി. റിങ്കു സിംഗിനെ ഇന്നത്തെ കളിയിലെ റിങ്കു സിംഗിന് ഏറ്റവും അത്യാവശ്യമായ റിങ്കു സിംഗ് ഇന്ന് വേണമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. റിങ്കു സിംഗിനെ അവരെ എടുത്തില്ല. എന്തുകൊണ്ട്? അത് പരിക്കാണോ? എനിക്ക് മനസ്സിലാവില്ല. അതിന് പകരമാണ് ജുറേലിനെ എടുത്തത്. ജുറേല് 2 റൺസ് അടിച്ചോളൂ, 4 ബോളൊക്കെ എടുത്ത് ബാക്കിലോട്ട് അടിക്കാനൊക്കെ ശ്രമിച്ചു അവൻ, കാലിബറുള്ള പയ്യന. പിന്നെ മുഹമ്മദ് ഷമി വന്നു. ഷമി വന്നിട്ട് അതിനിടയ്ക്ക് വാഷിംഗ്ടൺ സുന്ദർ വന്നോട്ടാ. വാഷിംഗ്ടൺ സുന്ദർ വന്ന 6 റൺസ് അടിച്ചു. 15 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദർ 6 റൺസ് അടിച്ചു. വാഷിംഗ്ടൺ സുന്ദറിന് ഒരു ലൈഫ് കിട്ടണം. കഴിഞ്ഞ കളി ഒരു ലൈഫ് ഇട്ട് പുട്ട് കേച്ച് വിട്ടു കൊടുത്തെങ്കിൽ വീണ്ടും കളിച്ചു. അങ്ങനെ 3-4 ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ കളിക്കും. അത് ബൗളിങ്ങും ടെസ്റ്റിൽ അടിച്ചെന്നുള്ള എനിക്ക് എപ്പോഴും ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലയിൽ ആ ഒരു കാലിബർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കളിക്കും, പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇപ്പൊ ഇന്ത്യൻ ടീമിൽ T20യിൽ അവനൊരു സ്ഥാനം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഞാൻ പറയില്ലെന്ന് പറയും. ഇന്ത്യൻ ടീമിൽ മനസ്സിലാവും, അത്രയും കാലിബറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന വാഷിംഗ്ടൺ സുന്ദർ എനിക്ക് തോന്നുന്നില്ല. വല്ല ടെസ്റ്റിലോ വല്ല വൺഡേയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ T20യിൽ എനിക്കതിന് താല്പര്യമില്ല. കഴിഞ്ഞ കളിയും ഒരു പുട്ട് കയറ്റിയിട്ട് 1-2 റൺസ് അടിച്ചാലാണ് വിറ്റ് ജയിച്ചതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ അവനൊരു ഒരു ചാൻസ് ഉണ്ട്. പുട്ട് കയറ്റി കളഞ്ഞു. ഇന്ന് ഒരു പുട്ട് കയറ്റി സ്ലോ ബോൾ ഇട്ട് റീഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. കഴിഞ്ഞ കളി അങ്ങനെ സ്ലോ ബോളിലാണ് അവൻ അടിച്ചിങ്ങനെ പൊക്കി വെച്ചു കൊടുത്തത്. അതേ ഇത് തന്നെ ഇന്നും അടിച്ച് പൊക്കി വെച്ചെടുത്ത് മറ്റവന്റെ കയ്യിലിരുന്നു. അങ്ങനെ അവന് ഇന്ന് ലൈഫ് കിട്ടിയില്ല, അവൻ കളിച്ചില്ല, പോയി. ഓക്കെ, സമയം വന്ന് ലാസ്റ്റ് ഒരു 6 ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് സംഭവം. 145 റൺസ് ആയപ്പോ ഇന്ത്യ ആളൗട്ടായി. അങ്ങനെ 26 റൺസിന്റെ നല്ല ഡീസന്റ് ആയിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങി. ആർച്ചർ 2 വിക്കറ്റ് തള്ളിയിട്ടു, ബി കാർസ് 2 വിക്കറ്റ് തള്ളിയിട്ടു, വുഡ് 1 വിക്കറ്റ് തള്ളിയിട്ടു. ആദിൽ റഷീദാണ് കിടിലമായിട്ട് 4 ഓവറിൽ 15 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നെ ഓവർട്ടനും ഈ പറഞ്ഞ പോലെ 3 വിക്കറ്റ് തള്ളിയിട്ടു, അവനും കിടിലമായിട്ട് എറിഞ്ഞു. അപ്പൊ ഇതാണ് ഇന്നത്തെ സമ്മറി. കുറെ അഹങ്കാരങ്ങളൊക്കെ കുറേട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒരു തോൽവി നല്ലതാണ്. പക്ഷെ ഇതിൽ എടുത്തു പറയാനുള്ളത് സഞ്ജു സാംസൺ, നമ്മുടെ ക്യാപ്റ്റനായ സ്കൈ, ഇവരൊക്കെ ഒന്നും കൂടി നോക്കിയൊക്കെ കളിക്കണ്ടേ? മനസ്സിലായോ? നോക്കിയൊക്കെ കളി തോക്കുമ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. കളി തോക്കുമ്പോൾ, കളി ജയിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മനസ്സിലായോ? സഞ്ജുവിന്റെ അടുത്ത് വീണ്ടും പറയുന്നതിന് കിട്ടുന്ന അവസരങ്ങൾ, ഈ ഒരു ടൂർണമെന്റിൽ ഒരു സെഞ്ചുറി താങ്കൾക്ക് വന്നേ ഉള്ളൂ. ഇനി 2 കളിയും കൂടി വെച്ചോണ്ട് ആ 2 കളിയിൽ ഒരു സെഞ്ചുറിയും കൂടി വന്നാലേ ഈ വിമർശകരുടെ വായടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോക്കി കളി. ആർച്ചറിനൊന്ന് നോക്കി കളിക്കേ. ഈ പുള്ള് കുറച്ചേരം ഒന്ന് അനങ്ങ് വാദിക്കൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. വേറെ എന്തിനു പറയാം, നമുക്ക് വീണ്ടും കാണാം.
ജയ് ഹിന്ദ്.